നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലുള്ള മകന്റെ വിയോഗമറിഞ്ഞ വേദനയിൽ അമ്മയും മരണമടഞ്ഞു. കൊറോണയെ തുടർന്നുള്ള അനിശ്ചിതത്വം കാരണം മൃതദേഹം നാട്ടിലെത്തിക്കാനാകാതെ ബന്ധുക്കളും ഉഴലുകയാണ്. കൊല്ലകടവ് കടയേക്കാട് കിഴക്കേ വേട്ടുകുളത്തിൽ കുടുംബത്തിലാണ് ഉച്ചവരെയും നാട്ടുകാരെയും ധർമ്മസങ്കടത്തിലാക്കിയ രണ്ട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. KM സിറിയക്കിന്റെ മകൻ കുവൈറ്റിൽ നേഴ്സായ രഞ്ജു സിറിയക് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുകയായിരുന്നു. വൈകിട്ട് 3:30യോടെയാണ് മരണവിവരം സുഹൃത്തുക്കൾ വീട്ടിൽ അറിയിച്ചത് തന്നെ. വിയോഗ വാർത്ത കേട്ടപാടെ ശ്വാസതടസ്സം നേരിട്ട് രഞ്ജുവിന്റെ അമ്മ ഏലിയാമ്മ സിറിയക് കുഴഞ്ഞു വീഴുകയായിരുന്നു. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. കുവൈറ്റ് അദാൻ ആശുപത്രിയിലാണ് രഞ്ജു നേഴ്സായി ജോലി ചെയ്തിരിക്കുന്നത്. ഭാര്യ ജീനയും അവിടെ തന്നെ നേഴ്സാണ്. മകൾ ഇവാഞ്ചലിൻ എൽസയും ഇവർക്കൊപ്പമുണ്ട്. സിനുവാണ് ഏലിയാമ്മയുടെ മകൾ. മരുമകൻ ജിമ്മി തങ്കച്ചൻ. അങ്ങനെ പല മാർഗത്തിലും ശ്രമിച്ചെങ്കിലും കൊറോണ മൂലമുള്ള വിമാനയാത്രാ വിലക്ക് കാരണം രഞ്ജുവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുക പ്രായോഗികമല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏലിയാമ്മയുടെ സംസ്കാരം ചൊവ്വാഴ്ച 11-ന് കടയേക്കാട് ബദേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കുകയും ചെയ്യും. അതേ ദിവസം തന്നെ മകന്റെ ശവസംസ്കാരം കുവൈറ്റിൽ സാധ്യമാകുമോ എന്ന ശ്രമത്തിലാണ് ബന്ധുക്കൾ. കൊറോണ മൂലം രാജ്യാന്തര വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തലാക്കിയിരിക്കുകയാണ്. ആദ്യമായി വിമാന സർവീസുകൾ നിർത്തലാക്കിയത് കുവൈറ്റ് തന്നെയായിരുന്നു. ഇതുമൂലം UAE-യിലെ പല എമിറേറ്റുകളിലും പല പ്രവാസി മലയാളികളുടെ മൃതദേഹവും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാട്ടിലെത്തിക്കാനാകാതെ ഉഴലുകയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. ഇതുപോലെ ഉറ്റവരെ ഒരു നോക്ക് പോലും കാണാനാകാതെ കഴിയുകയാണ് നാട്ടിലുള്ള ഏറെ ബന്ധുക്കളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.